ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് മാർക്കറ്റ് ഫൈനൽ ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ നിഫ്റ്റി ലെവൽസ് ഓൾമോസ്റ്റ് 25,100 ആയിരുന്നു ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞത്. നിഫ്റ്റി ഓൾമോസ്റ്റ് അതിൽ മാക്സിമം അത് വരെ പോകുന്നു. പക്ഷേ ഇന്നിപ്പോൾ മാക്സിമം പോയത് 25,129 വരെ പോയിരുന്നു. അതിനുശേഷം പിന്നെ അത് 25,040 വന്നു. സോ നിഫ്റ്റി എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ കാണുന്നത് നിഫ്റ്റി അടുത്ത സീരീസിൽ ഒരു 25,000 ബേസ് ആയിരിക്കും. 25,000 താഴെ നിഫ്റ്റി പോകില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിഫ്റ്റി അടുത്ത സീരീസ് തൊട്ട് 25,000 മുകളിൽ ചെയ്യാനാണ് സാധ്യത. സോ ഇന്നിപ്പം നിഫ്റ്റി ക്ലോസ് ചെയ്ത് 25,129 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത്ര നിഫ്റ്റി ഹൈയിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു അഡ്വൈസ് എല്ലാവരോടും യു ഹാവ് ടു ബുക്ക് ദ പ്രോഫിറ്റ് ഫ്രം ദ മാർക്കറ്റ്. കാരണം ദ കറക്ഷൻ വിൽ ബി വെരി ഷാർപ്പ് കറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലത്. വേറെ യു ഹാവ് പ്രോഫിറ്റ്, യു ടേക്ക് മണി, ലൈക്ക് ലിറ്റിൽ മണി ഫ്രം ദ മാർക്കറ്റ്. പിന്നെ ഇന്ന് ചെയ്ത സ്റ്റോക്ക്, നന്നായി ചെയ്ത സ്റ്റോക്സ് ഏതൊക്കെ പറയാന്ന് വെച്ചാൽ, ഇൻഡസ്ഇൻഡ് ബാങ്ക്. എൻ്റെ ഒരാഴ്ചത്തെ മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും, ഞാൻ ആ ഇൻഡസ്ഇൻഡ് ബാങ്ക് എല്ലാം വളരെ സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. അത് 1,400 ക്ലോസ് ചെയ്യുന്ന ഞാൻ അന്നേ പറഞ്ഞിരുന്നു. സോ ഇന്നിപ്പോൾ അത് 1,400 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക്. പിന്നെ ഏറ്റവും അധികം ഗെയിൻ ചെയ്ത ഇൻഡെക്സ് IT ആണ്. IT-യും ഫാർമയാണ് ഈ സീരീസിൽ നന്നായി ഗെയിൻ ചെയ്ത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഈ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവൽ ഈ റേറ്റ് കട്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് സെപ്റ്റംബർ മാസം. അപ്പോൾ സെപ്റ്റംബർ മാസം ഈ റേറ്റ് കട്ടും കൂടി വരുന്ന സമയത്ത് മാർക്കറ്റ് ശരിക്കും ഒരു ഫയർ മാർക്കറ്റിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കും. ഇന്ന് വേറൊരു സ്റ്റോക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, ഭാരതി എയർടെൽ. നിങ്ങൾ 2 ദിവസം ഞാൻ പറയുന്നുണ്ട്, ഭാരതി എയർടെൽ 1,550 വരെ പോകുന്നു. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് പോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇന്നത് ഓൾമോസ്റ്റ് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഭാരതിൻ്റെ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ, ഈ ആപ്പിൾ TV ആൻഡ് ആപ്പിൾ മ്യൂസിക് ടു ബി ഫ്രീ ഫോർ പ്രീമിയം എയർടെൽ യൂസേഴ്സ് ആണ്. അത് അങ്ങനെ ഒരു ഇവരെ ആപ്പിൾ TVയും ഈ ഭാരതി ആയിട്ടുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇന്ന് മാർക്കറ്റിൽ വളരെ ഭാരതിൻ്റെ ഷെയർസ് നന്നായിട്ട് മൂവ് ചെയ്തത്. അത് ഇതിനെ പോലെ തന്നെ ഈ മുകേഷ് അംബാനിയുടെ ഈ ഡിസ്നിയും ജിയോ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ എയർടെലിന് എങ്ങനെ വെച്ചാൽ, ന്യൂ എയർടെൽ പ്ലാൻ വിത്ത് ഫ്രീ ആപ്പിൾ TV വിത്തിൻ ഡേയ്സ് എന്ന് പറയുന്നത്, കുറച്ച് ദിവസത്തിനുള്ളിൽ അത് വരുന്നതാണ്. സോ ഈ ആപ്പിളിൻ്റെ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഏകദേശം 6% മാർക്കറ്റ് ഷെയർ ആപ്പിളിനുണ്ട് എന്ന് പറയുന്നത്. ഇവർ കാൽക്കുലേഷൻ പ്രകാരം ഇന്ത്യൻ്റെ എൻ്റർടൈൻമെൻറ്റ് മാർക്കറ്റ് ഏകദേശം 28 ബില്യൺ എന്ന് പറയും. സോ ആപ്പിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഭാരതി എയർടെല്ലായിട്ട് ടു ജസ്റ്റ് മേക്ക് എ ടൈ അപ്പ് ടു ഓഫർ ദി ടെലികോം ഫേംസ് പ്രീമിയം കസ്റ്റമേഴ്സ് അവരെ മ്യൂസിക്കും വീഡിയോ സ്ട്രീമിങ്ങും ഫ്രീ ആയിട്ട് അവർ പ്രീമിയം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെ ഈ ആപ്പിൾ TVൻ്റെ എല്ലാം എല്ലാ കണ്ടൻറ്റും ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലൊക്കെ എത്ര ഇംഗ്ലീഷ് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം അത് വളരെ അത്ര അധികം ഉണ്ടാവില്ല. പക്ഷെ അവരവരെ പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റൈവൽസ് അറിയാമല്ലോ, നെറ്റ്ഫ്ലിക്സിൻ്റെ പോലെ കണ്ടന്റുകളിൽ ആരും ഇന്ന് എനിക്കൊന്ന് ലോകത്തിൽ തന്നെ ഇല്ലാന്ന്. നെറ്റ്ഫ്ലിക്സിൻ്റെ കണ്ടന്റാണ് ഈ ഓൺലൈൻ സ്ട്രീമിംഗ് വീഡിയോസിൽ നെറ്റ്ഫ്ലിക്സിന് കോമ്പീറ്റ് ചെയ്യാൻ എനിക്കൊന്ന് ലോകത്തിൽ ആരും ഇല്ലാന്ന്. പിന്നെ വരുന്നത് ആമസോൺ പ്രൈം വീഡിയോ, അത് വേറെ ഒരു ആമസോണിൻ്റെ ആണ്. പിന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാമായിരിക്കും, മുകേഷ് അംബാനിൻ്റെ ജിയോ സിനിമ. സോ ഈ ആപ്പിൾ TV എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബണ്ടിൽഡ് ഒരു പാക്കേജ് ആയിട്ട് വരുന്നത്. പ്രീമിയം എയർടെൽ വൈഫൈ ആൻഡ് പോസ്റ്റ് പെയ്ഡ് പ്ലാൻസിൻ്റെ കൂടിയാണ് ഇത് വരാൻ പോകുന്നത്. സോ അതുകൊണ്ടായിരിക്കണം ഇന്ന് ഭാരതിൻ്റെ സ്റ്റോക്ക് മൂവ് ചെയ്തത്. പക്ഷേ എൻ്റെ പ്രതി 1,560 എന്ന് വെച്ചാൽ ഭാരതിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. സോ ഇതിലൊക്കെ ആ സ്റ്റോക്ക് വാങ്ങിക്കാൻ ഇനി ഞാനത് ഞാനത് ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് കറക്ഷനിൽ കിട്ടിയാൽ മേടിക്കുക. എൻ്റെ ഒരു 1,500 താഴെ റേഞ്ചിൽ വന്നിട്ടുണ്ട് മേടിക്കുക. 1,561 അത് ഇത്ര അധികം ഒരു 3 ഇയർ മുകളിൽ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിലുള്ള ഇപ്പം ഭാരതിൻ്റെ. പറയാൻ പറ്റില്ല, ഹൂ നോസ് ദ മാർക്കറ്റ് ടുമോറോ, മേ ബി ഇറ്റ് മേ ഗോ അപ്പ് ഓൾസോ. പക്ഷെ എന്നാലും ഇത്ര ഹൈ പ്രൈസിൽ വാങ്ങുമ്പം ഭാരതിൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് അതിൽ
വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് കറക്ഷൻ ചെയ്തിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വരുന്നത് ഇവരെ ഈ റിലയൻസ് ഡിസ്നി അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനി ഇപ്പോൾ മർജറായിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. കാരണം ഇവർ ഈ ക്രിക്കറ്റിൻ്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് ഉള്ളത് ഇവർക്ക് റിലയൻസ് ഡിസ്നിക്ക് മാത്രമാവും, അവർക്ക് റിലയൻസിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ മറ്റുള്ള TV ചാനലുകാരൊക്കെ പറയുന്നത് അവർ അഡ്വർടൈസ്മെൻറ്റിൽ ഈ മോണോപ്പൊളി വന്നു കഴിഞ്ഞാൽ അവർ പ്രീമിയം ചാർജ് ചെയ്ത് പ്രീമിയം പൈസ ഉണ്ടാക്കും. സോ അതൊരു മോണോപ്പൊളി റെഗുലേഷൻ അതുകൊണ്ട് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് മർജ് ചെയ്യുന്ന കേട്ടത്. സോ അതിൻ്റെ ഒരു ആൻറ്റി ട്രസ്റ്റ് അതവരെ ഹാർട്ടിൽ ഉണ്ടായിരുന്നു അവർക്ക്. സോ ക്രിക്കറ്റിൻ്റെ റൈറ്റ് അവരൊക്കെയാണുള്ളത്. അതിപ്പോൾ ഇന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വലിയ 2 പ്ലെയേഴ്സ് എയർടെല്ലും ഭാരതിയും. പക്ഷേ എയർടെല്ലും ഭാരതിയും നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് നോക്കുകയാണെങ്കിൽ എയർടെല്ലിന് വളരെ കൂടുതലാണ് കമ്പയർ ടു ഭാരതിനെക്കാളും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. പിന്നെ അഡാനി എൻ്റർപ്രൈസസിൻ്റെ ഈ ബോണ്ട് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു റെസ്പോൺസ് ആ മാർക്കറ്റിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് അവരെ ബോണ്ട് വിൽക്കുന്നത്. അപ്പോൾ അവർ ഈ ബോണ്ട് വിറ്റിട്ട് 8 ബില്യൺ റുപ്പീസ് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പറയുന്നത്. സോ അതെങ്ങനെയാ വെച്ചാൽ 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് അതിന് ബോണ്ട് ഉണ്ട്. 5 കൊല്ലം വരെ നിങ്ങളെ പൈസ ലോക്ക് ചെയ്യും. പിന്നെ ഓരോ കൊല്ലം അവർ പിന്നെ ഒരു കൂപ്പണായിട്ട് തരുന്നത് വിച്ച് വിൽ പേ ആനുവൽ കൂപ്പൺ. സോ അതിന് ഇൻട്രസ്റ്റ് 9.25, 9.65, 9.9%, ഏകദേശം ഒരു 9.5% ഇൻട്രസ്റ്റ് ബോണ്ടിന് കൊടുക്കുന്നത് അഡാനിൻ്റെ. സോ അതിന് വലിയൊരു റെസ്പോൺസ് കിട്ടിയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അഡാനിൻ്റെ വലിയൊരു ഡെപ്റ്റ് ഇഷ്യൂ 2 ദിവസം വരുന്നത്. അതുകൊണ്ട് അഡാനിയുടെ സ്റ്റോക്സ് ഒക്കെ ഒന്ന് മൂവ് ചെയ്യാണ്ട് നിൽക്കുന്നത്. അഡാനിൻ്റെ എൻ്റർപ്രൈസിൻ്റെ ഹ്യൂജ് ഡെപ്റ്റ് ഉണ്ട്. അതിൽ ഡെപ്റ്റിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്ക് പിന്നെ ഇവരൊക്കെയാണ്. അപ്പോൾ വലിയ ഇന്ത്യൻ്റെ ഒരുവിധമുള്ള നാഷണലൈസ്ഡ് ബാങ്ക്സും അഡാനിക്ക് കടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു ഹ്യൂജ് ഡെപ്റ്റ് അഡാനിൻ്റെ മുകളിൽ ഒരാൾക്ക് ഒരു കമ്പനീൻ്റെ മുകളിൽ ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിൽ വലിയ കൺസേൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്ന ഇവർ ഈ ബോണ്ട് വിൽപ്പനയും അഡാനിൻ്റെ സിമെൻറ്റിൻ്റെ ഇതൊക്കെ അംബുജ സിമെൻറ്റൊക്കെ വിറ്റുള്ളൂ കുറച്ച്. അപ്പോൾ ഇതൊക്കെ പൈസ കുറേ ജനറേറ്റ് ചെയ്തിട്ട് അവർ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതുപോലെ ഇന്ന് വേറൊരു ന്യൂസ് കണ്ടു വെച്ചാൽ ഈ ബോംബെ ഹൈക്കോർട്ട് വലിയൊരു പെനാൾട്ടി കൊടുത്തിട്ടുണ്ട്. ആർക്കെന്ന് വെച്ചാൽ അത് സെബിക്കും NSEക്കും കൊടുത്തിട്ടുള്ളത്. അത് എന്താ വെച്ചാൽ അവർ പറയുന്നത് ഇല്ലീഗലി ഇവരെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് ബോംബെയിലൊരു മേത്ത ഫാമിലി കേസ് കൊടുത്തതിന് ശേഷം അത് ഒരു 80 ലക്ഷം റുപ്യേൻ്റെ പെനാൾട്ടി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ന്യൂസ് ഞാൻ കണ്ടത് ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ വലിയൊരു മൂവ് ചെയ്തത് NBCC എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് കമ്പനി. അതൊരു വലിയൊരു മൂവ് ചെയ്യുന്നു. 10% NBCC മൂവിന്. LT മൈൻഡ്രി അത് നന്നായിട്ട് ചെയ്തതിന്. ട്രെൻഡ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഗ്രാന്യൂൾസ്, IEX, വുഡ്കോ, അജന്ത ഫാർമ ഇതൊക്കെയാണ് നന്നായി ചെയ്ത സ്റ്റോക്കുകൾ ഞാൻ കാണുന്നത്. പിന്നെ ഈ ഓരോ സെക്ടർ വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ HDFC ബാങ്കിന് ക്ലോസ് ചെയ്ത് 1635 അത് -0.04% ഡൗൺ ആണ്. അതുപോലെ ICICI ബാങ്കും -0.2% ഡൗൺ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓൾമോസ്റ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഫൈനാൻസ് സെക്ടറിൽ ഏറ്റവും നന്നായി ചെയ്ത 2-3 ബാങ്കുകൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ ബാങ്കാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ബാങ്ക് 566 ചെയ്തിട്ടുണ്ട്. സോ അടുത്ത് വരുന്നത് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ 538. പിന്നെ നല്ല ചെയ്ത് ബജാജ് ഫൈനാൻസിനാണ് കുറച്ച് കാണുന്നത്. ബജാജ് ഫൈനാൻസ് ഓൾമോസ്റ്റ് 6900 വന്നിട്ടുണ്ട് ബജാജ്. ഐ ടിയിൽ ദിഗ്ഗജ് കമ്പനികൾ ഇൻഫി, വിപ്രോ എന്ന് ചേരുള്ള ഇൻഫോസിസും വിപ്രോ ആണ് നന്നായിട്ട് മൂവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാഷ് സ്റ്റോക്സിൽ നൗക്കരി, പെർസിസ്റ്റൻ്റ് ഇതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. മെയിൻലി ഫാർമ സെക്ടറാണ് നന്നായിട്ട് കാണുന്നത്. ഈ സൺഫാർമ ഇസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ടൊറൻറ്റ് ഫാർമ ആൻഡ് അതർ വൺ ഈസ് ഡിവിസ് ലാബ്, അതർ വൺ ഈസ് സിപ്ല ഇപ്പോൾ 1620 മുകളിൽ ചെയ്യുന്നുണ്ട്. ആൽക്കം ലബോറട്ടറീസ് 5952 വന്നിട്ടുണ്ട്. ആൻഡ് അജന്ത ഫാർമ 3058 വന്നിട്ടുണ്ട്. സോ സൈഡസ് ലൈഫ് 1138 വന്നിട്ടുണ്ട്. സോ ഓവറോൾ ഫാർമ സെക്ടർ ഇസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ഫാർമ ആൻഡ് IT ആണ് ഈ സീരീസിൽ നന്നായി ചെയ്ത 2 സെക്ടേഴ്സ്. പിന്നെ വരുമെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ്ങിൽ വരുമെന്ന് വെച്ചാൽ നന്നായി ചെയ്തൊരു സുസ്ലോൺ നന്നായി ചെയ്ത് കാണുന്നത്. സുസ്ലോൺ കമ്പനി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് പിന്നെ റിലയൻസ് ഇന്ന് ഡള്ളായിരുന്നു. റിലയൻസ് ഈസ് നോട്ട് മൂവ്ഡ് വെൽ. റിലയൻസ് ഇപ്പോൾ 2998 റിലയൻസ് ഉണ്ടായിരുന്നത്. ONGC ഈസ് നോട്ട് ഡൂയിങ് വെൽ. ഇന്ന് അത്ര ചെയ്തിട്ടില്ല ONGC.
ഓയിൽ ഇന്ത്യ കുറച്ച് ചെയ്തിരുന്നു. പിന്നെ വരുന്ന സ്റ്റോക്കുകൾ LT മൈൻട്രിയാണ് ഞാൻ കണ്ട നന്നായി ചെയ്തൊരു സ്റ്റോക്കുകൾ. ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ നാളെ ഇപ്പം 29th ആണ്, നാളെ ലാസ്റ്റ് ഡേ ആണ്. സോ നാളെ വലിയൊരു എല്ലാം റോൾ ഓവർ ചെയ്യുന്ന ആയിരിക്കും, ചില റോൾ ഓവർ ചെയ്യുന്ന കൂട്ടർ വന്നാൽ അതിനിപ്പോൾ സെപ്റ്റംബർ മാസം ട്രേഡ് ഉണ്ടാവും നാളെ തൊട്ടിട്ട്. സോ ലെറ്റ് us see how the market goes tomorrow. So have a nice day. Please do subscribe my channel. Thank you for viewing my channel.